Welcome to BSc Main Physics, Paper 3 Electronics, Unit 6 Modulation. Today the class is about demodulation. Semester 5, class number 55, BSc Main Physics, Paper 3 Electronics, topic demodulation. So what is demodulation? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മോഡുലേഷൻ പഠിച്ചു, അതിൻ്റെ പ്രോബ്ലമൊക്കെ പഠിച്ചതാണ്. ഈ ഡീമോഡുലേഷൻ, വാട്ട് ഈസ് ഡീമോഡുലേഷൻ? Demodulation is the reverse process of modulation. Demodulation is the reverse process of modulation. മോഡുലേഷൻ്റെ എതിരെ പ്രവർത്തനം, അതിനെ വിളിക്കുന്ന പോലെ ഡീമോഡുലേഷൻ. Demodulation is also called detection. It is the reverse process of modulation. That is, demodulation is the process of retrieving the audio signal from the modulated wave. That is the definition. Demodulation is the reverse process of modulation. It is also called detection. It is the reverse process of modulation. That is, demodulation is the process of recovering the audio signal from the modulated wave. അപ്പോൾ AM വേവിൽ നിന്ന് ഓഡിയോ സിഗ്നലിന് വീണ്ടെടുക്കുന്ന രീതിയെ വിളിക്കുന്ന പോലെ ഡീമോഡുലേഷൻ. നമുക്കറിയാം, RFലേക്ക് നമ്മൾ AF സിഗ്നൽ സൂപ്പർഇമ്പോസ് ചെയ്യുന്നതിന് മോഡുലേഷൻ എന്ന് പറയും. ആ മോഡുലേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഡീമോഡുലേറ്റ് ചെയ്യണം. AF വേവിനെ വീണ്ടെടുത്തെങ്കിൽ മാത്രമേ ഒരു റേഡിയോ റിസീവർ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ AM വേവിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൽ നിന്ന് AF വേവിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഡീമോഡുലേഷൻ. ഡിറ്റക്ഷൻ എന്നും പറയും. ഡിറ്റക്ഷൻ. ഇനി എന്താണ് ഇതിൻ്റെ ആവശ്യം? ഈ ഡീമോഡുലേഷൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ ചോദിക്കാം. വൈ ഈസ് ഡീമോഡുലേഷൻ നെസസറി? നീഡ് ഫോർ ഡീമോഡുലേഷൻ. ലൗഡ് സ്പീക്കർ in a radio is not able to respond to carrier wave or modulated wave. Loudspeaker in a radio receiver is not able to respond to carrier wave or modulated wave. AM വേവിനോടോ അല്ലെങ്കിൽ കാരിയർ വേവിനോടോ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ലൗഡ് സ്പീക്കറിന് പറ്റില്ല. അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിനകത്ത് കാരിയർ വേവും മോഡുലേറ്റഡ് വേവും വർക്ക് ചെയ്യത്തില്ല. It is because of the fact that the frequency of carrier wave is very high. AM വേവിൻ്റെ അല്ലെങ്കിൽ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ റിസീവർ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് AF വേണം റിസീവർ വർക്ക് ചെയ്യാനായിട്ട്. അതാണ് കാര്യം. The device which produces demodulation is called demodulator or detector. ഇങ്ങനെ ഡീമോഡുലേഷൻ തരുന്ന അല്ലെങ്കിൽ ഡീമോഡുലേഷൻ നടത്താനും കഴിയുന്ന ആ ഉപകരണത്തെ, ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഡീമോഡുലേറ്റർ അല്ലെങ്കിൽ ഡിറ്റക്ടർ എന്ന് പറയും. ഡീമോഡുലേഷൻ നടത്തുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഡീമോഡുലേറ്റർ അല്ലെങ്കിൽ ഡിറ്റക്ടർ. അപ്പോൾ നമുക്ക് ഒരു ഡിറ്റക്ടർ മാത്രമേ പഠിക്കാനുള്ളൂ, വളരെ കുറച്ചുകൾ ഈ ക്ലാസ്സിനകത്ത് പഠിക്കാനായിട്ട്. AM diode detector. AM diode detector. It is also called linear detector or it is called envelope detector. പല പേരുണ്ട് ഇതിന്. ഡയോഡ് ഡിറ്റക്ടർ ഓർ ലീനിയർ ഡിറ്റക്ടർ ഓർ എൻവിലപ്പ് ഡിറ്റക്ടർ എന്ന് പറയും. അപ്പം അതിൻ്റെ സർക്യൂട്ടാണ് ഈ കാണുന്നത്. ഒരു ഡിറ്റക്ടർ, ഡീമോഡുലേറ്ററിൻ്റെ സർക്യൂട്ടാണ് കാണുന്നത്. AM ഡിറ്റക്ടറാണ്. AM വേവിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവയ്ക്ക് ആദ്യം ഇവിടെ AM വേവ് കൊടുത്താൽ അതിൽ നിന്ന് AF വേവ് സെപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസാണ് ഡിറ്റക്ടർ. അതിൽ എന്തെല്ലാം ഭാഗമുണ്ടെന്ന് നോക്കൂ. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഒരു ട്രാൻസ്ഫോർമർ, പിന്നെ ഒരു ഡയോഡ്, പിന്നെ ഒരു കപ്പാസിറ്റി, ഔട്ട്പുട്ട് ലോഡ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ഡയോഡും ഒരു കപ്പാസിറ്റിയും ആ സർക്യൂട്ടിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയോഡ് ഡിറ്റക്ടർ. AM വേവ് കൊടുക്കാനായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമറിന് പ്രൈമറിയിൽ AM വേവ് വരും.
അത് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് പ്രപ്പോഷനിലേക്ക് നമുക്ക് ഡയോഡിലേക്ക് കൊടുക്കാം. ആ ട്രാൻസ്ഫോർമിൻ്റെ സെക്കൻഡറി ഈ AM വേവ് നമുക്ക് തരും. അതിൻ്റെ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമറിൻ്റെ ടേൺ റേഷ്യോ വെച്ച് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് തരും. അത് ഡയോഡിൽ ചെല്ലും. ഡയോഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഡയോഡിന് ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഏതായാലും AF ആയാലും AM ആയാലും RF ആയാലും അതിൽ ഒരു ഹാഫ് സൈക്കിൾ കട്ട് ചെയ്യും. ആ ഡിറ്റക്ഷൻ നടത്തും, റെക്ടിഫിക്കേഷൻ. അപ്പോൾ ആ താഴത്തെ വേവ് ഫോം കട്ട് ചെയ്ത് പോകും. നോക്കിയേ, ആ AM വേവ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. താഴെ മുകളിലും പിന്നെ AF അകത്ത് RF ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഡയോഡ് കഴിയുമ്പോൾ ഡയോഡ് എന്ത് ചെയ്യും? ഒരു ഹാഫ് കട്ട് ചെയ്യും. അപ്പോൾ താഴത്തെ ഹാഫ് കട്ട് ചെയ്തിട്ടുള്ള ആ വേവ് സിമ്പിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ക്യാരിയറിൻ്റെ പകുതി അതുപോലെ അപ്പർ സൈഡ് ബാൻഡ് കാണിച്ചിട്ടുണ്ട്. ഇനി അത് കപ്പാസിറ്റിയിലേക്ക് ചെല്ലുകയാണ്. കപ്പാസിറ്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് നമ്മൾ കപ്പാസിറ്റർ ചൂസ് ചെയ്യുന്നൊരു പ്രത്യേക രീതിയിലാണ്. അത് RFനെ ബൈപ്പാസ് ചെയ്യും, AFനെ തടയും. അപ്പോൾ AFനെ തടയാൻ പറ്റിയ രീതിയിലുള്ള റിയാക്ടൻസാണ് ഉള്ളത്. അപ്പോൾ AF ഈ ഔട്ട്പുട്ടിലേക്ക് വന്നിട്ട് ആ ലോഡിൽ നമുക്ക് റെസ്പെക്റ്റീവ് വോൾട്ടേജ് AF വോൾട്ടേജ് കിട്ടും. അപ്പോൾ രണ്ട് പ്രോപ്പർട്ടിയാണ് ഈ ഡയോഡ് ഡിറ്റക്ടറിൽ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. ഒന്ന്, ഡയോഡ് ഈ AC വോൾട്ടേജിനെ AC വേരിയേഷൻ റെക്ടിഫൈ ചെയ്യും. ആ കപ്പാസിറ്റർ RFനെ ബൈപ്പാസ് ചെയ്യും, AFനെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ഈ റെസിസ്റ്ററിലേക്ക് ലോഡിലേക്ക് തരും. അപ്പോൾ അതിൻ്റെ ആ AF വേവ് ഫോമാണ് അവസാനം കാണിച്ചിരിക്കുന്നത്. AF അപ്പർ സൈഡ് ബാൻഡ് മാത്രം നമ്മൾ കാണിച്ചിരിക്കുകയാണ്. സോ യു ലുക്ക്, ദ സർക്യൂട്ട് എംപ്ലോയിഡ് ഫോർ ഡിറ്റക്ഷൻ ഈസ് നോൺ ആസ് ഡിറ്റക്ടർ. ഡിറ്റക്ഷന് വേണ്ടി ഉള്ള സർക്യൂട്ടിനെ നമ്മൾ ഡിറ്റക്ടർ അല്ലെങ്കിൽ ഡീമോഡുലേറ്റർ എന്ന് പറയും. റെക്ടിഫിക്കേഷൻ പ്രോപ്പർട്ടി ഓഫ് ഡയോഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഡിറ്റക്ഷൻ. ഡയോഡിൻ്റെ റെക്ടിഫിക്കേഷൻ പ്രോപ്പർട്ടിയാണ് ഈ ഡിറ്റക്ഷന് നമ്മൾ സ്വീകരിക്കുന്നത്. റെക്ടിഫിക്കേഷൻ പ്രോപ്പർട്ടി ഓഫ് ഡയോഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ ഡിറ്റക്ഷൻ. When the AM signal is applied to the crystal diode, shown in the figure, it eliminates either the top or bottom half of the AM signal. When the AM signal, amplitude modulated signal, is applied to the crystal diode shown in the figure, it eliminates either the top or bottom half of the AM signal. അതായത് AM സിഗ്നൽ നമ്മൾ ഈ ഡിറ്റക്ടറിൽ കൊടുക്കുമ്പോൾ ആ ഡയോഡ് എന്ത് ചെയ്യും? ഒരു ഹാഫ് സൈക്കിൾ കട്ട് ചെയ്യും. ഒന്നുകിൽ ടോപ്പ് അല്ലെങ്കിൽ ബോട്ടം. നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ബോട്ടം കട്ട് ചെയ്തിട്ട് ടോപ്പ് തരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഹാപ്പൻസ്? പിന്നെ കപ്പാസിറ്റിയിലേക്ക് പോകണത്. അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഹാഫ് കിട്ടുന്നത് കപ്പാസിറ്ററിലേക്ക് പോകും. ബൈ യൂസിങ് എ ഫിൽട്ടർ കണ്ടെയ്നിങ് എ കപ്പാസിറ്റർ സി, നമ്മൾ പഠിത്തം കണ്ടതാണ്. ബൈ യൂസിങ് എ ഫിൽട്ടർ കണ്ടെയ്നിങ് എ കപ്പാസിറ്റർ സി ഇൻ ദി RF carrier vibrations are smoothened out. അപ്പോൾ അതിന് RF carrier വേരിയേഷൻ നമ്മൾ മാറ്റും. The value of C is such that it offer high resistance to the high reactance to AF signal and low reactance to RF signal. RF signal low reactance എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പോലുള്ള ടൈമാണ്, നിങ്ങൾക്കറിയാമല്ലോ. Low reactance to RF signal and high reactance to AF signal. The RF signal is bypassed. By the capacitor. RF signalനെ കപ്പാസിറ്റർ ബൈപ്പാസ് ചെയ്യും. Thus AF signal will produce a voltage across R. അങ്ങനെ R across ആയിട്ട് ലോഡിന് across ആയിട്ട് ഒരു വോൾട്ടേജ് AF വോൾട്ടേജ് ഉണ്ടാകും. The original modulating signal can be retrieved. അങ്ങനെ thus the original modulating signal can be retrieved. അപ്പോൾ ഒറിജിനൽ സിഗ്നൽ നമുക്ക് വീണ്ടും എടുക്കാം. നമുക്കത് നമുക്ക് കിട്ടുന്നതാണ്. can be retrieved. TRIEVED retrieved. അടുത്തത് പാർട്ട് ഈ റേഡിയോ റിസീവർ ഒരു സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ഉണ്ട്. അത് നമുക്ക് സിലബസിലില്ല, അതുകൊണ്ട് പഠിക്കേണ്ട കാര്യമില്ല. ഇത്രയും പഠിച്ചാൽ മതി. ഈ റേഡിയോ റിസീവേഴ്സ് ക്രിസ്റ്റൽ
ഡയോഡ്സ് ആർ യൂസ്ഡ് ആസ് ഡിറ്റക്ടേഴ്സ്. അപ്പോൾ റേഡിയോ റിസീവറിൽ ഈ ക്രിസ്റ്റൽ ഡയോഡാണ് ഡിറ്റക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. In a diode detector, the output voltage is proportional to the input signal. Diode detectorൽ ഔട്ട്പുട്ട് ഇൻപുട്ട് സിഗ്നൽ പ്രൊപ്പോഷണലാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ ലീനിയർ ഡിറ്റക്ടർ. ആ കാരണം കൊണ്ട് ഈ പ്രൊപ്പോഷണാലിറ്റി വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് എ ലീനിയർ ഡിറ്റക്ടർ. അതിന് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലൈൻ ദ ഫംഗ്ഷൻ ഓഫ് എ ഡയോഡ് ഡിറ്റക്ടർ ഓർ എക്സ്പ്ലൈൻ എ ലീനിയർ ഡിറ്റക്ടർ ഓർ എക്സ്പ്ലൈൻ ആൻ എൻവലപ്പ് ഡിറ്റക്ടർ, അങ്ങനെയൊക്കെ ചോദിക്കുക. That is all with your demodulation portion. The chapter, the unit demodulation is over, and in the next class we pass on to unit 7, special devices. Thank you very much.